KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് S5 സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ 4th മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡൈനാമിക് ലിങ്കിങ് ലോഡ്. അപ്പോൾ ഈ ലിങ്കിങ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് നമുക്കറിയാം എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ റൺ ടൈമിലാണ് ലിങ്കിങ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡറിനെയാണ് ഡൈനാമിക് ലിങ്കിങ് ലോഡർ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസിനെല്ലാം നമുക്കൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീൻ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു കോപ്പി ഷെയർ ചെയ്യാനായിട്ട് നമുക്കിതിനകത്ത് പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ലോഡ് ചെയ്യാനുള്ള ടൈമും എല്ലാം ഇതിനകത്ത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഫിഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇത് നമ്മുടെ ഒരു മെമ്മറിയുടെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ആ മെമ്മറിക്കകത്ത് നമുക്ക് ഡൈനാമിക് ലോഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം ഒരു പോർഷനിൽ നമ്മൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മളിങ്ങനെ റൺ ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ യൂസർ പ്രോഗ്രാമിന് ഒരു സബ് റൂട്ടീൻ ആവശ്യം വന്നു. ആ ഒരു സബ് റൂട്ടീന് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു എറർ ഹാൻഡ്ലർ എന്ന് വിളിക്കാം. എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ നമുക്ക് ആവശ്യം വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പ്രോഗ്രാം OSനെ അറിയിക്കുകയാണ് നമുക്കൊരു സബ് റൂട്ടീൻ ആവശ്യം വന്നത് പറഞ്ഞു. OS അതെന്ത് ചെയ്യും, അതിനകത്ത് നമ്മുടെ ലോഡർ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഡൈനാമിക് ലോഡറിൻ്റെ അടുത്ത് നിന്നിട്ട് OS എന്ത് ചെയ്യുന്ന പറയുകയാണ് നമുക്കിങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ഇങ്ങനൊരു ഡൈനാമിക് ലോഡർ എന്ന് പറയുന്നൊരു ഇങ്ങനൊരു നമുക്ക് എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സബ് റൂട്ടീൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കോൾ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഡൈനാമിക് ലോഡർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യും. അവിടെ എറർ ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ ഉണ്ട് അത് ഓൾറെഡി. സോ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ അതിനെ നേരെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എറർ ഹാൻഡ്ലർ എന്ന് പറയുന്ന സാധനം വന്നു, അതിനെ നമ്മൾ റൺ ചെയ്തു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, വീണ്ടും അതെന്ത് ചെയ്യും, നമ്മളുടെ പ്രോഗ്രാമിലേക്ക് തന്നെ പോകും. അപ്പോൾ പ്രോഗ്രാമിലേക്ക് വന്നു, യൂസർ പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും പ്രോഗ്രാമിൽ എന്ത് വന്നു, നമുക്ക് എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സബ് റൂട്ടീൻ്റെ ആവശ്യം വന്നു. അപ്പോൾ എറർ ഹാൻഡ്ലിംഗ് നമ്മൾ OS പറഞ്ഞു, OS ലോഡറിലോട്ട് എന്തെങ്കിലും ലോഡറിന് ഇനി നമുക്കത് ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ലോഡർ മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷന്. അപ്പോൾ ഇനി വീണ്ടും ലൈബ്രറി പോയി സെർച്ച് ചെയ്യേണ്ട, ഓൾറെഡി നമ്മൾ മെമ്മറിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എറർ ഹാൻഡ്ലിങ്ങിനെ റൺ ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ വീണ്ടും അത് പ്രോഗ്രാമിലേക്ക് ജമ്പ് ചെയ്തോളും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നോളൂ. എപ്പോഴൊക്കെയാണ് എറർ ഹാൻഡ്ലിങ്ങിൻ്റെ ആവശ്യം വരുന്നത് അതെല്ലാം ഇനി നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും, ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്കിങ് ലോഡറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഡാറ്റ സ്ട്രക്ചർ ഫോർ ലിങ്കിങ് ലോഡേഴ്സ്. അപ്പോൾ ES ടാബ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ എന്നാണ്. അതായത് നമ്മൾ ആദ്യം അസംബ്ലറൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് സിമ്പിൾ ടേബിൾ, ബ്ലോക്ക് ടേബിൾ അങ്ങനെ പല ടേബിൾസ് പഠിച്ചില്ലായിരുന്നോ. അതുപോലെ തന്നെ ലിങ്കിങ് ലോഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ES ടാബ് അഥവാ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു കൺട്രോൾ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ പ്രോഗ്രാമിൻ്റെ നെയിം, കൺട്രോൾ സെക്ഷൻ്റെ നെയിം എന്താണ് നമ്മൾ ഇപ്പോൾ എഴുതിയത് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്, പ്രോഗ്രാം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതു, അതിൻ്റെ എല്ലാം അഡ്രസ്സുകൾ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്തു. ദെൻ ആ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്തു. ദെൻ അതിനുശേഷം ഇനി അടുത്ത കൺട്രോൾ സെക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കൺട്രോൾ സെക്ഷൻ്റെ പേര് എഴുതുക. ഇതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് ചെയ്ത് ലെങ്ത് എഴുതുക. അപ്പോൾ ഒരു കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ അതിൻ്റെ ലെങ്ത് ആഡ് ചെയ്ത് നമുക്ക് അടുത്ത കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മളതിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസാണ് പ്രോഗ്രാം അഡ്രസ്സ്. പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ OS പറഞ്ഞു കൊടുക്കുന്ന അഡ്രസ്സ്, അല്ലെങ്കിൽ OS എവിടേക്കാണോ നമ്മുടെ ആ പ്രോഗ്രാം ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത് ആ അഡ്രസ്സാണ് പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറയുന്നത്. CS അഡ്രസ്സ് അല്ലെങ്കിൽ കൺട്രോൾ സെക്ഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സെക്ഷൻ്റെ നമ്മൾ എഴുതുന്ന ഓരോ കൺട്രോൾ സെക്ഷൻ്റെയും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് CS അഡ്രസ്സ് എന്ന് വിളിക്കുക. CS ലെങ്ത് എന്ന് പറയുന്നത് ആ കൺട്രോൾ സെക്ഷൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്താൽ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് പാസ് 1 പാസ് 2 അങ്ങനെ 2 ഇതുണ്ട്. പാസ് 1 എന്താ വരുന്നത്, അഡ്രസ്സസിൻ്റെ എല്ലാം അസൈൻ ആണ് വരുന്നത്, എക്സ്റ്റേണൽ സിമ്പിൾസിനെല്ലാം അഡ്രസ്സ് അസൈൻ ചെയ്തതും. പാസ് 2 നമ്മൾ അതിനെ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം പാസ് 2 വരുന്നത്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അൽഗോരിതമാണ്. പാസ് 1ൻ്റെയും പാസ് 2ൻ്റെയും അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ പാസ് 1ൻ്റെ അൽഗോരിതമാണ് നോക്കുന്നത്. അതിന് നമ്മൾ ബിഗിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോഗ്രാം അഡ്രസ്സ് കിട്ടി. ആ പ്രോഗ്രാം അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സായിട്ട് ഫസ്റ്റിലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം കുറേ കൺട്രോൾ സെക്ഷൻ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റത്തെ കൺട്രോൾ സെക്ഷൻ ഏതാണോ അതിൻ്റെ അഡ്രസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് OS നിന്ന് കിട്ടിയ പ്രോഗ്രാം അഡ്രസ്സിനെ നമ്മൾ സെറ്റ് ചെയ്തു.
ദെൻ നമ്മൾ ബിഗിൻ ചെയ്യാണ്. ഫസ്റ്റത്തെ ഇൻപുട്ട് റെക്കോർഡ് എടുത്തു. ഫസ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ആരായിരിക്കും? ഹെഡർ റെക്കോർഡാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ ഹെഡർ റെക്കോർഡ് നമ്മൾ എടുത്തു. അപ്പോൾ കൺട്രോൾ സെക്ഷനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഹെഡർ റെക്കോർഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ആ കൺട്രോൾ സെക്ഷൻ്റെ നെയിം എന്താണ്, അതിൻ്റെ ലെങ്ത് എന്താണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് നമ്മൾ CSLTH ആയിട്ട് സെറ്റ് ചെയ്തു. കൺട്രോൾ സെക്ഷൻ ലെങ്ത് CSLTH എന്ന് പറയുന്നത് നമുക്ക് ഹെഡർ റെക്കോർഡിന് കിട്ടിയിട്ടുള്ള ലെങ്ത് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ നെയിമാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഈ നെയിം നമുക്കുണ്ടെങ്കിൽ ES ടാബിൽ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കൺട്രോൾ സെക്ഷൻ്റെ നെയിം ES ടാബിൽ ഉണ്ടോ എന്ന് പോയിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി ആണ് ഫസ്റ്റത്തെ കൺട്രോൾ സെക്ഷൻ, അങ്ങനെ ഒരു നെയിം നമുക്ക് ES ടാബിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തു, ഫൗണ്ട് ചെയ്താൽ എന്താണ്? അത് എററാണ്. ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ആണ് അല്ലേ. ഈ ഫൗണ്ട് ചെയ്താൽ നമ്മളതൊരു എറർ ഫ്ലാഗ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കൺട്രോൾ സെക്ഷനെ നമുക്ക് ES ടാബിലേക്ക് കൊടുക്കണം. സോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കൺട്രോൾ സെക്ഷൻ്റെ നെയിമിനെ ES ടാബിലേക്ക് കൊടുക്കുക. സോ അതിൻ്റെ അഡ്രസ്സും കൂടെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻപുട്ട് റെക്കോർഡ് എടുത്തു. അപ്പോൾ നമ്മളുടെ അടുത്ത ഹെഡർ റെക്കോർഡ് കഴിഞ്ഞു. ഹെഡർ റെക്കോർഡ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻപുട്ട് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്യുകയാണ്. അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നതാണ് ആര്? ഡിഫൈൻ റെക്കോർഡ്. അപ്പോൾ ഡിഫൈൻ റെക്കോർഡിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഉണ്ടാവുക. ദെൻ നമ്മൾ ആ ഡിഫൈൻ റെക്കോർഡിനകത്തുള്ള സിമ്പിൾസ് എല്ലാം നമ്മൾ എവിടെ പോയിട്ട് ES ടാബിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ES ടാബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഫൗണ്ട് ചെയ്താൽ എന്താണ്? എററാണ്. ഇനി ഫൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെയും കൂടെ എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സിമ്പിളിനെ നമ്മൾ ES ടാബിലേക്ക് എൻ്റർ ചെയ്തു. ഇനി അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് പ്ലസ് ഇൻഡിക്കേറ്റഡ് അഡ്രസ്സും കൂടെ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനീഷ്യലി നമ്മൾ ഈ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് സപ്പോസ് ഇപ്പോൾ ഒരു 6 ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിളിൻ്റെ അഡ്രസ്സ് 6 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ കൺട്രോൾ സെക്ഷൻ ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്തില്ലോ, പ്രോഗ്രാം അഡ്രസ്സായിട്ട് അഡ്രസ്സ് ചെയ്തായിരുന്നു. അതിനെ തന്നെ നമ്മൾ കൺട്രോൾ സെക്ഷൻ ഒരു അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്തില്ലേ. സപ്പോസ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഒരു 4000 എന്നാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്തേ. സോ അങ്ങനെയാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്ന സിമ്പിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 4000ൻ്റെ കൂടെ 6ഉം കൂടെ ആഡ് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മളത് എൻഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടാൻ എന്താ വേണ്ടത്? ഇപ്പോഴത്തെ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഇപ്പോൾ ഒരു 4000 ആണെങ്കിൽ ആ 4000ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് എത്രയാണോ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടും. ദെൻ പാസ് 1 എൻഡ് ചെയ്തു. ഇനി അടുത്തതാണ് പാസ് 2ൻ്റെ അൽഗോരിതം. അപ്പോൾ പാസ് 2ൻ്റെ അൽഗോരിതം സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെ പ്രോഗ്രാം അഡ്രസ്സ് ഏതാണോ നമ്മൾ കൺട്രോൾ സെക്ഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രോഗ്രാം അഡ്രസ്സ് എക്സിക്യൂഷൻ അഡ്രസ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. എക്സിക്യൂഷൻ ഇപ്പോൾ പ്രോഗ്രാം അഡ്രസ്സ് മാറിയതുകൊണ്ട് നമ്മൾ എക്സിക്യൂഷൻ അഡ്രസ്സും പ്രോഗ്രാം അഡ്രസ്സ് തന്നെ സെയിം ആയിട്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റ് റെക്കോർഡ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡ് എടുക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ഹെഡർ റെക്കോർഡാണ്. നേരത്തേതിലും ഏതൊക്കെയായിരുന്നു നമുക്ക് വന്നത്? ഹെഡർ റെക്കോർഡും അതുപോലെ തന്നെ ഡിഫൈൻ റെക്കോർഡാണ് വന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് ഹെഡർ റെക്കോർഡാണ്. ഹെഡർ റെക്കോർഡിൽ എന്തുണ്ടാവും? കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് ഉണ്ടല്ലേ. ഇപ്പോൾ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നു, നെയിമും ഉണ്ടായിരുന്നു. നമ്മൾ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് എടുത്ത് CSLTH ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് അടുത്ത ഇൻപുട്ട് റെക്കോർഡ് എടുത്തു. അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഇവിടെ ടെക്സ്റ്റ് റെക്കോർഡാണ്. സോ അത് ടെക്സ്റ്റ് റെക്കോർഡ് T ടൈപ്പ് ആണോ നമ്മൾ ചെക്ക് ചെയ്തു. ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? ടെക്സ്റ്റ് റെക്കോർഡിൽ ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കോഡ് ഇരിക്കുന്നത് ക്യാരക്ടർ ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്ത്, അത് ബൈനറി ഒക്കെ ആയിട്ട് നമ്മൾ കൺവേർഷൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇപ്പോൾ ഇരിക്കുന്ന റെക്കോർഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡിന് എന്താ ചെയ്യേണ്ടത്? സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യണ്ടേ. അതിനെന്താ ചെയ്യുക? നമ്മൾ ഇപ്പോൾ ഉള്ള കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ്, നമ്മൾ ഓൾറെഡി ഒരു കൺട്രോൾ സെക്ഷൻ അഡ്രസ്സ് സെറ്റ് ചെയ്തല്ലോ, പ്രോഗ്രാം അഡ്രസ്സ്. ആ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ ഈ ഒബ്ജക്റ്റ് കോഡിൻ്റെ സ്പെസിഫൈഡ് അഡ്രസ്സ് ഏതാണോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ അങ്ങനെ ഓരോന്ന് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് ഉണ്ടോ, റെക്കോർഡ് ടൈപ്പ് M ആണോ നമ്മൾ ചെക്ക് ചെയ്തു. മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ES ടാബിൽ ആ മോഡിഫൈ ചെയ്യേണ്ട സിമ്പിൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ മോഡിഫൈ ചെയ്യേണ്ട സിമ്പിൾ നമ്മൾ ES ടാബിൽ ഉണ്ടോ എന്ന് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യുകയാണ്. ഇനി മോഡിഫൈ ഉണ്ടെങ്കിൽ ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ എന്തെങ്കിലും ആവാം അല്ലേ. അപ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ ഇതിൻ്റെ സ്പെസിഫൈഡ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ മോഡിഫൈൻ്റെ സിമ്പിൾ നമുക്ക് അതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എറർ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുക്കണം.
ഓക്കെ, ദെൻ നമ്മൾ മോഡിഫിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് റെക്കോർഡാറുള്ള എൻഡ് റെക്കോർഡുള്ള. ഇപ്പോൾ നമ്മൾ എൻഡ് റെക്കോർഡിലേക്ക് വന്നു. എൻഡ് റെക്കോർഡിനകത്ത് നമ്മൾ നോക്കിയിട്ട് അതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ എക്സിക്യൂഷൻ അഡ്രസ്സായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്സ്. കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് അഥവാ നമ്മൾ പ്രോഗ്രാം അഡ്രസ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്സിൻ്റെ കൂടെ ഇപ്പോഴത്തെ സ്പെസിഫൈഡ് അഡ്രസ്സ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് എൻഡ് റെക്കോർഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫൈഡ് അഡ്രസ്സ് ഏതാണോ അതും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ്റെ അഡ്രസ്സ് പുതിയതായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുക. ഇനി നമുക്ക് അടുത്ത കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സിൻ്റെ കൂടെ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് ആഡ് ചെയ്യുക, അടുത്തത് കിട്ടും. ദെൻ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനലി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എക്സിക്യൂഷൻ അഡ്രസ്സിലേക്ക്, അതായത് സ്റ്റാർട്ടിങ്ങിലേക്ക്, നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ അഡ്രസ്സിലേക്ക് വേണ്ടേ, എക്സിക്യൂഷൻ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് പാസ് 2ൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്.